എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 29-ാമത് വചനം. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ എന്നുള്ള അനുഗ്രഹീത വചനമാണ്. നാം കേൾക്കുന്നത് എന്താണ് എന്ന് ശാന്തമായി കേൾപ്പാനും അതാഴമായി വിവേചിപ്പാനും നാം സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിപ്പാനും തിരസ്കരിക്കേണ്ടതിനെ അതേ നിലവാരത്തിൽ തിരസ്കരിച്ചു കളയുവാനും കഴിയുന്നവരായി നാം തീരണമെന്നുള്ള ചിന്ത തന്നെയാണ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാചകന്മാരും 2-3 സന്ദേശങ്ങൾ തങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് കേൾവിക്കാർക്ക് വിവേചിക്കുവാൻ സമയം അനുവദിച്ചുകൊണ്ട് ക്രമേണ പറയേണ്ടതാണ് എന്നുള്ള ചിന്തയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിട്ടുള്ളത്. 2 വിധത്തിലുള്ള സന്ദേശങ്ങളും എന്ന് പറഞ്ഞാൽ അന്യഭാഷയും പ്രവചനവും അവരുടെ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വിധിച്ചറിയേണ്ടതാണ്. വിധിക്കുന്നതിനുള്ള അടിസ്ഥാനം എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ വെളിപ്പാടിനാലായിരിക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം കേൾക്കുന്ന സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അതിനെ ഒന്ന് ചിന്തിക്കുവാനും അതിൻ്റെ നിലയിൽ വിവേചിപ്പാനും നമുക്ക് കഴിയണമെന്ന് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങളും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19-20 വാക്യങ്ങളും, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-19 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കുന്നതെല്ലാം അതേ നിലവാരത്തിൽ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതല്ല. അതിനപ്പുറത്ത് കേട്ട വാക്കുകളുടെ യാഥാർത്ഥ്യങ്ങളെ പരിശോധിച്ചു നോക്കുന്നവരും അത് സത്യമാണോ എന്ന് കണ്ടെത്തുന്നവരുമായി നാം തീരണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂതെഴുതുമ്പോൾ സഭകളുടെ പ്രത്യേകത സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നൊരു പദം അവിടെ രേഖപ്പെടുത്തുന്നത്, കടന്നു വരുന്നവർ അപ്പോസ്തോലന്മാർ എന്ന് പറയുമ്പോഴും അവർ അപ്പോസ്തോലന്മാർ തന്നെയോ എന്ന് പരിശോധിച്ച് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ജനം അവരുടെ സന്ദേശങ്ങൾ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറായിരുന്നുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനവും പൗലോസ് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം കേൾക്കുന്നതെല്ലാം സ്വീകരിക്കുന്നതിനപ്പുറത്ത് കേൾക്കുന്നത് ശാന്തമായി കേൾക്കുകയും ആഴമായി വിവേചിക്കുകയും ദൈവത്തിങ്കൽ നിന്നുള്ളത് എന്ന് ബോധ്യപ്പെടുന്നു എങ്കിൽ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിരിക്കുന്നൊരു ജീവിതത്തിനു വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്നുള്ള സന്ദേശമാണ് വിശുദ്ധ പൗലോസ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ശാന്തമായി കേൾക്കുന്നവരും ആഴമായി കേട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നവരും നാം ഉൾക്കൊള്ളേണ്ടതും അംഗീകരിക്കേണ്ടതുമായ യാഥാർത്ഥ്യങ്ങളെന്ന് മനസ്സിലാകുന്നു എങ്കിൽ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലയിലേക്ക് കടന്നു വരുന്നവരുമായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, സ്വീകരിക്കേണ്ടതൊന്നും തള്ളിക്കളയാതിരിക്കുകയും തള്ളിക്കളയേണ്ടതിനെ ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആഴമായ വിശ്വാസ ജീവിതവും അപ്രകാരം തന്നെ ആഴമായി കേൾക്കുന്നതിനെ വിവേചിച്ചുകൊണ്ട്
കൈകാര്യം ചെയ്യുന്നവരുമായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒന്ന് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.